LPST റാങ്ക് ഹോൾഡേഴ്സ് ശക്തമായ പ്രക്ഷോഭത്തിലേക്ക്. നിയമനം ലഭിച്ചില്ലെങ്കിൽ മരണം വരെ നിരാഹാരം തുടരുമെന്ന് റാങ്ക് ഹോൾഡേഴ്സ് വ്യക്തമാക്കി. അധികാരത്തിലെത്തിയാൽ ജോലി ഉറപ്പെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി വഞ്ചിച്ചുവെന്നും ഉദ്യോഗാർത്ഥികൾ കുറ്റപ്പെടുത്തി. വിവരങ്ങളുമായി ജ്യോതിഷ് ജനാർദ്ദനൻ ഒപ്പം ചേരുകയാണ്. ജ്യോതിഷ്, ഈ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ കാര്യമെടുത്താൽ 2 മാസത്തിനുള്ളിൽ നമുക്ക് പരിഹാരത്തിന് ശ്രമിക്കാം എന്ന വാക്ക് പോലും ഉറപ്പായി നൽകുന്നില്ല, എഴുതി നൽകുന്നില്ല. മുഖ്യമന്ത്രി അക്കാര്യം പറയുന്നതുമില്ല. പക്ഷേ പാസ് എടുത്ത് ഈ ഉദ്യോഗാർത്ഥികൾ ഈ മന്ത്രിമാരെ, മുഖ്യമന്ത്രിയൊക്കെ കാണാൻ പലവട്ടം ശ്രമിക്കുന്നുണ്ട്, ചിലപ്പോഴൊക്കെ കാണാൻ കഴിയുന്നുമുണ്ട്. എന്തുകൊണ്ടാണ് ആശമാരുടെ സമരത്തിനൊപ്പം നിന്ന ഇടതു ഭരണകാലത്ത് KS ശബരിനാഥനും ഷാഫി പറമ്പിലുമൊക്കെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നിരാഹാര സമരമിരുന്ന കാലത്ത് നിന്ന് ഭരണം കിട്ടിയ കാലത്തെത്തുമ്പോൾ 1ാം റാങ്കുകാർക്ക് പോലും ജോലി കിട്ടാത്ത ജില്ലകളുണ്ട്? അവരെ എന്തുകൊണ്ട് ഇനിയും പരിഗണിക്കുന്നില്ല? നിരാഹാരം മരിച്ചാൽ അവസാനിപ്പിക്കാം എന്ന് പറയുകയാണല്ലോ ഇപ്പോൾ. ഗുഡ് മോർണിംഗ് കൃഷ്ണരാജ്, രാഖി. ഇപ്പോൾ ഞാനിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. ഇപ്പോൾ LPST റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരം തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മാസം തികഞ്ഞിരിക്കുകയാണ്. എന്നിട്ടും സർക്കാർ ഇവരുമായിട്ടൊരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. പലപ്പോഴും ഇവർ പാസ് എടുത്താണ് മന്ത്രിമാരെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെയും കാണാൻ ശ്രമിക്കുന്നത്. ചിലപ്പോഴൊക്കെ കൃഷ്ണരാജ് പറഞ്ഞ പോലെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അത് ചർച്ചയായിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. അതായത് സാധാരണ ചർച്ചകൾ നടത്തുന്നത് ഇവരെ വിളിച്ചു വരുത്തിയാണ് ചർച്ചകൾ സാധാരണ രീതിയിൽ നടത്തുന്നത്. ഇത് ഇവർ സമയം ചോദിച്ചു ചെല്ലുന്നതും അതും ചർച്ചയാണെന്ന് പറയുന്നു. എന്നാൽ ഇവർക്ക് വേണ്ട ഇവരുടെ ന്യായമായ ആവശ്യങ്ങൾ പോലും ഇവർ പരിഗണിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. ഇപ്പോൾ എന്നോടൊപ്പം റാങ്ക് ഹോൾഡേഴ്സ് തന്നെ ചേരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ മന്ത്രിയെ ഉൾപ്പെടെ കാണാൻ ശ്രമിച്ചിരുന്നു, പൊതുവിദ്യാഭ്യാസ മന്ത്രിയെ, മുഖ്യമന്ത്രിയെ ഒക്കെ കാണാൻ ശ്രമിച്ചു. എന്നിട്ടും നിങ്ങൾക്ക് അനുകൂലമായൊരു സമീപനമല്ല അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇപ്പോൾ എന്താണ് ഏറ്റവും ഒടുവിലത്തെ നിങ്ങൾക്ക് പറയാനുള്ളത്? നമ്മളിവിടെ അനിശ്ചിതകാല സമരം തുടങ്ങിയിട്ട് ഇപ്പോൾ 30ാമത്തെ ദിവസമാണ്. നിരാഹാര സമരം 6ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഈ അധികൃതരുടെ ഭാഗത്തു നിന്ന് നമുക്ക് യാതൊരുവിധ അനുകൂല നിലപാട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവർ ചർച്ച നടത്താമെന്ന് പറഞ്ഞ് നമ്മളവിടെ പോയി കണ്ടതാണ്. ഇനിയാണ് ഈ ചർച്ച എന്ന് പറയുന്നത്. ഈ ചർച്ച കൊണ്ട് നമുക്ക് എന്ത് കാര്യം? നമുക്ക് ഈ നിയമനമാണ് വേണ്ടത്. അതിനുള്ള ഒരു നടപടി ഇവരുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. നിലവിൽ സമരം തുടങ്ങിയിട്ട് ഇന്ന് 30ാമത്തെ ദിവസമാണ്. സത്യാഗ്രഹമാണെങ്കിൽ ഇന്ന് 6ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് വരെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവായിട്ട് നമുക്ക് ചെയ്തു തരണം എന്നൊരു അനുഭവപൂർണ്ണമായിട്ടുള്ള പരിഗണന നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി നമ്മുടെ ടീച്ചറിൻ്റെ മരണമാണ് കാത്തിരിക്കുന്നത് എങ്കിൽ അതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് എഡ്യൂക്കേഷൻ മിനിസ്റ്ററും നമ്മുടെ ചീഫ് മിനിസ്റ്ററും ആയിരിക്കണം. അതുമാത്രമല്ല, ഇപ്പം നിരാഹാര സമരം 6 ദിവസമായിരിക്കുകയാണ്. എന്നിട്ട് പോലും ഇത്രയും ഒരു സ്ത്രീകളോടൊപ്പം എന്ന് പറയുന്ന ഒരു സർക്കാരാണ്. എന്നിട്ട് പോലും ഒരു അനുകൂലമായൊരു സമീപനമോ നിങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളോ അംഗീകരിക്കാൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല. നമ്മൾ CM എഡ്യൂക്കേഷൻ, അതായത് ടീച്ചേഴ്സിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന നിലപാടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം ഞങ്ങൾ പ്രതീക്ഷ കൈവിടാതെ ഇവിടെ തന്നെ ഇരിക്കുക എന്നുള്ള തീരുമാനത്തിലാണ്. ഇലക്ഷന് മുന്നേ ഞങ്ങൾ അത്ര സപ്പോർട്ട് ചെയ്ത ആളായിരുന്നു. ഇലക്ഷൻ അവർ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ജോലി സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇതുവരെയും ടീച്ചറിനൊന്ന് വന്ന് കാണാനൊന്ന് വിളിക്കാൻ, അതേ ഒരാളെ വിടാൻ പോലും മന്ത്രി ഇതുവരെ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ടീച്ചറിൻ്റെ നല്ല ഓരോ ദിവസം ഭയങ്കര വഷളായോണ്ടിരിക്കുകയാണ്. ആൾക്ക് തീരെ വയ്യ, അവൻ സംസാരിക്കാൻ കൂടെ വയ്യാതായിരിക്കണം. എന്നിട്ട് പോലും അവരൊന്ന് വന്ന് നോക്കുക പോലും ചെയ്തില്ല ഞങ്ങളെ. അത് തന്നെയാണ് കൃഷ്ണരാജ്. ഇപ്പോൾ 30 ദിവസം തികഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നിട്ട് പോലും ഒരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. ഇവരുടെ ന്യായമായ ആവശ്യങ്ങളാണ്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 1ാം റാങ്കുകാർക്ക് പോലും വിവിധ ജില്ലകളിൽ ഇപ്പോഴും നിയമനം ലഭിച്ചിട്ടില്ല. അതിൻ്റെ ഇടയ്ക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടെ ഇറക്കാൻ സർക്കാർ തയ്യാറാകുന്നത്. കാരണം നിലവിലുള്ളവർക്ക് നിയമനം കൊടുക്കാതെ വീണ്ടും നോട്ടിഫിക്കേഷൻ ഇറക്കുമ്പോൾ വീണ്ടും അവരെയും കൂടെ ഈ സമരപ്പന്തലിലേക്ക്, സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിക്കുക എന്നതാണോ സർക്കാരിൻ്റെ ലക്ഷ്യമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. കാരണം പലപ്പോഴും ഡൽഹിയിൽ പോലും ചർച്ചകൾ പാർട്ടികൾക്ക് പിന്തുണ നൽകുന്നൊരു മുഖ്യമന്ത്രിയാണ്. ഇവരുടെ ന്യായമായ ആവശ്യമാണ്. വേക്കൻസികൾ ഉണ്ട്, ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിയമനം ഉറപ്പെന്ന് പറഞ്ഞൊരു സർക്കാരാണ്. ഇപ്പോൾ പലതവണ ചർച്ചയ്ക്ക് പോലും മന്ത്രിമാരെ കാണാൻ ശ്രമിച്ചിട്ട് പോലും പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ്റെ PS വരെ നിങ്ങൾക്ക് നിയമനം ഉടനെ ലഭിക്കില്ല, വെറുതെ സമരം നടത്തണ്ട എന്നാണ് ഇവരോട് വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി, റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള വളർമതിയുടെ ആരോഗ്യനില വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നിട്ടും സർക്കാർ ഇതുവരെ ഒരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. ഇവരുമായിട്ടുള്ള ഒരു അനുകൂല നിലപാട്. റാങ്ക് ഹോൾഡേഴ്സിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. 30 ദിവസം, 1 മാസം ആവുകയാണ് ചർച്ച. എന്തുകൊണ്ട് സർക്കാർ
തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് ആശാ സമരകാലത്ത് PSC സമരകാലത്ത് ചോദിച്ച അതേ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ മുഖ്യമന്ത്രിയാണ്. നിങ്ങൾ എന്തുകൊണ്ട് ഈ കാഴ്ച കാണാതെ പോകുന്നു അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുന്നു? വിവരങ്ങൾ നൽകുകയായിരുന്നു ജ്യോതിഷ് ജനാർദ്ദനൻ.